യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും ഇന്ന് രാവിലെ എന്റെ ഹൃദയംഗമായ വന്ദനത്തെ അറിയിക്കുന്നു. വീണ്ടും അല്പനേരം ദൈവത്തിന്റെ വചനം നമ്മൾ കേൾക്കുവാനായിട്ട് പോകുകയാണ്. ഒരു കഥയല്ല, ഏതെങ്കിലും ഒരു കിഴവി കഥയോ ഏതെങ്കിലും ഒരു സംഭവ കഥകളോ ഒന്നും വാർത്തകളോ ഒന്നുമല്ല കേൾക്കുവാൻ പോകുന്നത്. ദൈവത്തിന്റെ വചനം നമ്മൾ കേൾക്കുവാനായിട്ട് പോകുന്നു. അതായത് തിരുവചനത്തിൽ പറയുന്നു, ഇത് വിശ്വാസത്തിന്റെ വചനമാണ്, ഇത് സത്യവചനമാണ്, ഇത് ജീവനുള്ള ദൈവത്തിന്റെ വചനമാണ്, ഇത് ഇരുവായ് തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയുള്ളതാണ്. അതുകൊണ്ട് ഇന്ന് രാവിലെ ഈ ദൈവവചനം കേൾക്കുമ്പോൾ അത് നമ്മെ രൂപാന്തരപ്പെടുത്തുന്നതാണെന്ന്, അല്ല എന്നെ സൗഖ്യമാക്കുന്നതാണ്, എനിക്ക് നവോന്മേഷം നൽകുന്നതാണ് എന്ന വിശ്വാസത്തോടുകൂടെ ഈ തിരുവചനത്തിനു മുമ്പ് നിങ്ങൾ ആയിരിക്കുക. ഭയത്തോടെ പ്രാർത്ഥനയോടെ ഒരു നല്ല നിലമായി നിങ്ങളുടെ ഹൃദയത്തെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥനയോടെ ആയിരിക്കുക. തിരുവചനം കേൾക്കുമ്പോൾ കർത്താവേ, അതെന്റെ ജീവിതത്തിൽ അനുസരിക്കുവാൻ, അത് ഏറ്റെടുക്കുവാനുള്ള കൃപ തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചിരിക്കുന്നുവെങ്കിൽ ഈ തിരുവചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരും. ഹല്ലേലൂയ. നമുക്ക് അല്പനേരത്തെ ചിന്തയ്ക്കായി ഇന്ന് രാവിലെ ഞാൻ എടുക്കുന്ന നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു തിരുവചനമാണ്. ലൂക്കോസ് 17-ാം അധ്യായം അതിന്റെ 32-33 വാക്യങ്ങൾ. ലൂക്കോസ് 17-ാം അധ്യായം അതിന്റെ 32-33 വാക്യങ്ങൾ. ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവീൻ. തന്റെ ജീവനെ നേടുവാൻ നോക്കുന്നവനെല്ലാം അതിനെ കളയും, അതിനെ കളയുന്നവനെല്ലാം അതിനെ രക്ഷിക്കും. മതി, നമുക്ക് എല്ലാവർക്കും കണ്ണടച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഒരു അവസാന കാലഘട്ടത്തിലേക്ക് നമ്മൾ കൊണ്ട് വന്നിരിക്കുകയാണല്ലോ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ രാവിലെ നമ്മോട് വ്യക്തമായി ഇടപെടുവാൻ, ഹല്ലേലൂയ, നമ്മുടെ ഹൃദയത്തിലേക്ക് തിരുവചനം എന്ന ആഴത്തിൽ കയറി ചെല്ലുവാൻ ഇത് രാവിലെ നമുക്ക് പ്രാർത്ഥിക്കാം. അടിനിതാ കർത്താവ് എന്നോട് നീ സംസാരിക്കണമെന്ന് കർത്താവിനോട് നീ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ തീർച്ചയായും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ നിങ്ങളോട് സംസാരിക്കും. ഒരു നുറുങ്ങായിരിക്കാം, ഒരു വചനമായിരിക്കാം, നിങ്ങൾ ഇന്ന് ഭാരപ്പെടുന്ന വിഷയത്തിൽ മേൽ ഒരു വിടുതലിനായിട്ട് ഒരു തിരുവചനമായിരിക്കാം ഇന്ന് രാവിലെ നിന്റെ കാതുകളിലേക്ക് അയക്കുന്നത്. ആകയാൽ പ്രാർത്ഥിക്ക്. നിങ്ങളെ നല്ലവണ്ണം അറിയാവുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ മുഖത്തേക്ക് നോക്കി പ്രാർത്ഥിച്ചു നിങ്ങൾക്ക് പരിശുദ്ധൻ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളെ നല്ലതുവണ്ണം അറിയുന്ന കർത്താവ്, ഞങ്ങളുടെ ഹൃദയത്തിലെ നിലവുകളെയും ചിന്തകളെയും ദൂരെ നിന്ന് അറിയുന്നതാണ് കർത്താവ്. ഇന്ന് ഞങ്ങൾ കടന്നു പോകുന്ന അവസ്ഥകളെ നല്ലവണ്ണം അറിയുന്ന കർത്താവ്, ഇന്ന് രാവിലെ ഞങ്ങളോട് നീ ഇടപെടുന്ന പകൽക്കാലമാക്കി തീർക്കണമേ. യേശുവിന്റെ നാമത്തിൽ വചനത്തിന്റെ വാതിൽ രാവിലെ തുറന്നു വരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിന്റെ വായോട് കൂടി ഇരിക്കണമേ കർത്താവേ. ആമേൻ കർത്താവേ. ദൈവ ഹൃദയത്തിലിരിക്കുന്ന ആലോചന അതിന്റെ നാവിൽ കൂടെ സംസാരിക്കേണ്ടതിന് അതിനെ ഏൽപ്പിച്ചു തരുന്ന കർത്താവേ, ഈ ജനത്തെ നിന്റെ കരുത്ത് ഞാൻ ഏൽപ്പിക്കുന്നു. പലവിധ ആവശ്യങ്ങൾ, രോഗങ്ങൾ, ഭാരങ്ങൾ, അടുത്ത സ്റ്റെപ്പ് എങ്ങനെ വെക്കണമെന്ന് അറിയാതിരിക്കുന്ന ഈ ജനത്തോട് ഇന്ന് രാവിലെ കരുണ തോന്നി സ്വർഗം തുറന്ന് രാവിലെ സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ ചിന്താ മണ്ഡലങ്ങളെ വചനത്തിൽ നിന്ന് മാറ്റിക്കളയുന്ന, ശ്രദ്ധകളെ മാറ്റിക്കളയുന്ന എല്ലാ ഇരുളിന്റെ അധികാരങ്ങളെയും യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാവിലെ ഞാൻ ബന്ധിച്ചു നിർത്തുന്നു കർത്താവേ. ഇന്ന് രാവിലെ ദൈവത്തിന്റെ വചനം ശക്തിയോട് ജനത്തിന്റെ ഹൃദയത്തിൽ വ്യാപരിച്ചു വരണമെന്ന് കർത്താവിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അടിനിതാ കർത്താവേ, ഏൽപ്പിച്ചു തരുന്നു. പരിശുദ്ധാത്മാവ് സംസാരിച്ചാട്ട് വൻകാര്യങ്ങൾ ചെയ്യുമാറാകണം. പ്രാർത്ഥനാനന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. ലോത്തിന്റെ ഭാര്യയെ തന്റെ ജീവനെ നേടുവാൻ നോക്കുന്നവനെല്ലാം അതിനെ കളയും, അതിനെ കളയുന്നവനെല്ലാം അതിനെ രക്ഷിക്കും. യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞ വചനമാണ് ഇപ്പോൾ ദാസി വായിച്ചത്. അതിന് 22-ാം വാക്യത്തിൽ പറയുന്നു, പിന്നെ അവൻ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്. അപ്പോൾ കർത്താവ് ഈ തിരുവചനത്തിൽ കൂടെ നമ്മോട് സംസാരിക്കുന്നത്, ഓർത്തുകൊള്ളുവിൻ, ലോത്തിന്റെ ഭാര്യയിൽ സംഭവിച്ചത്. അതായത് പഴയ നിയമത്തിലെ
എടുത്ത് കാണിച്ചുകൊണ്ട് യേശു പുതിയ നിയമസഭയിലെ വിശ്വാസികളെ ഇന്ന് രാവിലെ പറയുന്നു, നിങ്ങൾ ആ സംഭവിച്ചത് ഓർത്തുകൊള്ളണം. 1 കൊരിന്ത്യർ 10:11 പൗലോസ് അപ്പോസ്തലൻ ഇസ്രായേൽ ജനത്തിന് സംഭവിച്ച സംഭവങ്ങളെല്ലാം ആ 10ാം ചാപ്റ്ററിൽ മുഴുവനും വിശുദ്ധീകരിച്ചിട്ട് അതിന്റെ 11 പുതിയ നിയമ വിശ്വാസികളോട് സഭയോട് പറയുന്നു, ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു. ലോകാവസാനം വന്നെത്തിയിരിക്കുന്നു, നമുക്ക് ബുദ്ധിപദേശത്തിനായി എഴുതിയുമിരിക്കുന്നു. ആകയാൽ ഞാൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. അപ്പോൾ അതിൽ കൂടെയും പഴയ നിയമത്തിലെ ചില സംഭവങ്ങൾ എടുത്ത് കാണിച്ചിട്ട് പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നു, അവർക്കത് സംഭവിച്ചതുപോലെ നിങ്ങൾക്ക് സംഭവിക്കരുത്, സൂക്ഷിച്ചു കൊള്ളണമെന്ന് പറയുമ്പോൾ ഇവിടെ യേശു കർത്താവ് ലോത്തിന്റെ ഭാര്യയെ നമ്മുടെ മുന്നിൽ എടുത്ത് കാണിച്ചിട്ട് പറയുന്നു, ഓർത്തുകൊള്ളുവീൻ. ലോത്തിന്റെ ഭാര്യയ്ക്ക് സംഭവിച്ചത് അവൾ ഉപ്പ് തൂണായി പോയി. അത് ഇന്ന് പുതിയ നിയമസഭയിലെ നിങ്ങളുടെ ജീവിതത്തിലും അത് വരാതിരിപ്പാൻ ഒരു താക്കീതായി കർത്താവ് നമുക്ക് നൽകുകയാണ്. അനേകരുടെ ക്രിസ്തീയ ജീവിത യാത്രയുടെ നടുവിൽ ഇന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ അനേകരിന്ന് ഉപ്പു തൂണായി നിൽക്കുന്നതായി കാണുവാൻ കഴിയും. മുമ്പോട്ട് പോകുന്നുമില്ല, പുറകോട്ട് പോകുന്നതുമില്ല. അതായത് മുമ്പോട്ട് ചുവടുകൾ എടുത്ത് വെച്ച് നിൽക്കുകയാണ്. പക്ഷേ അവിടെ ഹൃദയം മുഴുവനും വിട്ട് കളഞ്ഞ പഴയതിൽ, വിട്ട് കളഞ്ഞ പണ്ടത്തെ നാളുകളിൽ തന്നെ ആ ഹൃദയം ഉറച്ചിരിക്കുന്നത് കൊണ്ട് അവർക്ക് ഒന്നും പ്രാപിക്കുവാൻ കഴിയുന്നില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, അവരുടെ പേര് ജീവനുള്ളവൻ എന്നാണ്. പക്ഷെ അവരുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ മരിച്ചവരെ പോലെ ആയിരിക്കുന്നു. ഒരു ആത്മീയ അനുഗ്രഹങ്ങളോ ഒരു നന്മയോ അവരുടെ ജീവിതത്തിൽ കയറി വരുന്നില്ല. ഇന്ന് രാവിലെയും നമ്മുടെ ജീവിത യാത്രയിൽ പരിശുദ്ധ ആത്മാവ് ചില നിർദ്ദേശങ്ങൾ, ചില വചനങ്ങൾ നമ്മോട് സംസാരിക്കും. പെട്ടെന്ന് അത് അനുസരിച്ച് ചുവടുകൾ വെക്കേണ്ട ചില സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. അതിന് നോക്കി നിൽക്കുവാനോ, സാഹചര്യങ്ങളെ നോക്കി നിൽക്കുവാനോ, എന്റെ കൂടെ ആരുണ്ടെന്ന് നോക്കി നിൽക്കുവാനോ, പണ്ടത്തെ കാര്യങ്ങളെ ഓർത്തുകൊണ്ടിരിക്കുവാനോ ഒന്നും അവിടെ സമയമില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വേഗത്തിൽ ചില നിർദ്ദേശങ്ങൾ നൽകി, വേഗത്തിൽ ചില ചുവടുകൾ വെച്ച് മുന്നോട്ട് നീങ്ങേണ്ട രീതിയിൽ ചില നിർദ്ദേശങ്ങൾ, ചില സ്റ്റെപ്പുകൾ, ചില വചനങ്ങൾ ദൈവം നമ്മോട് സംസാരിക്കും. ആ സമയത്ത്, ആ ക്രിട്ടിക്കൽ സമയത്ത് വേഗത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നത് പോലെ നമ്മുടെ ചുവടുകൾ എടുത്ത് വെച്ചാൽ ആ ദൈവിക വിടുതലുകൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാനായിട്ട് കഴിയും. ഒരു 3 സംഭവങ്ങൾ ഞാൻ വേഗത്തിൽ എടുത്തത് ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. പഴയ നിയമത്തിലെ അബ്രഹാമിന്റെ ജീവിതത്തിൽ ഞാൻ ഒന്നും വിശദീകരിക്കുന്നില്ല, ചില ദൂതുകൾ മാത്രം ഞാൻ പറഞ്ഞു പോകുന്നു. ഉൽപ്പത്തി 12 1 നോക്കുമ്പോൾ അബ്രഹാമിനോട് ദൈവം സംസാരിക്കുന്നത്, നിന്റെ ദേശത്തെ, ചർച്ചക്കാരെ, പിതൃഭവനത്തെ വിട്ട്, ആ വാക്ക് വളരെ ശ്രദ്ധിക്കുക, വിട്ട് പുറപ്പെടുക, വിട്ട് പുറപ്പെടുക. ആ വിട്ട് പുറപ്പെടുക എന്ന് ദൈവം അവനോട് സംസാരിച്ചപ്പോൾ അബ്രഹാമിന്റെ ആ തിരിച്ചുള്ള പ്രതികരണം എന്താണെന്ന് താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. തന്റെ ജീവിത യാത്രയിൽ വളരെ പെട്ടെന്ന് എടുക്കേണ്ട ചില ചുവടുകൾ, ചില സ്റ്റെപ്പുകളാണ് അവിടെ കർത്താവ് അവനോട് സംസാരിക്കുന്നത്. ദൈവത്തിനോട് സ്തോത്രം. ഇതുപോലെ നമ്മുടെ ജീവിത യാത്രയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്ന, ദൈവ ശബ്ദത്തിൽ കൂടെ നമ്മോട് ഇടപെടുന്ന ചില സാഹചര്യങ്ങൾ കടന്നു വരും. അത് പെട്ടെന്ന് എടുത്തു വെക്കേണ്ട ചുവടുകളാണ്. ആലോചന നിൽക്കാൻ
സമയമില്ല, ബാക്കിലോട്ടൊന്നും നോക്കി നിൽക്കുവാൻ സമയമില്ല. അവിടെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് പോലെ വേഗത്തിൽ ചുവടുകൾ വെക്കേണ്ട സമയങ്ങളാണ്. അത് കേട്ടിട്ട് അബ്രഹാം ചുവടുകൾ വെച്ചു. ചുവടുകൾ വെച്ചത് കൊണ്ട് അബ്രഹാമിന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു? ഉൽപ്പത്തി 22-ന്റെ-18 പറയുന്നു, നീ എന്റെ വാക്ക് അനുസരിച്ചത് കൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. മത്തായി സുവിശേഷം 1-ാം-അധ്യായം അതിന്റെ 1-ാം-വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അബ്രഹാം ചെയ്ത ആ അനുസരണം, അബ്രഹാം ചെയ്ത ആ കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് എടുത്തു വെച്ച സ്റ്റെപ്പുകൾ, അല്ലെങ്കിൽ കർത്താവിന്റെ ആത്മാവിനോട് സംസാരിച്ചത്, അവൻ പറഞ്ഞതുപോലെ വിട്ട് പുറപ്പെട്ടത് കൊണ്ട് അവന്റെ ജീവിതത്തിൽ എന്ത് കിട്ടി? അവിടെ എഴുതിയിരിക്കുന്നു, അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി. അബ്രഹാം എവിടെ വന്ന് നിൽക്കുകയാണ്? യേശു ക്രിസ്തുവിന്റെ അബ്രഹാം വംശാവലിയിൽ ആദ്യത്തെ വ്യക്തിയായി അബ്രഹാം അവിടെ സ്ഥാനമേറ്റെടുക്കുകയാണ്. അബ്രഹാമിന്റെ സന്തതിയായി, അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി. വീണ്ടും നമ്മളുമായി ഇത് എങ്ങനെ ബന്ധപ്പെടുന്നു? ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഗലാത്യ ലേഖനത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരുന്നു. അതിന്റെ 3-ാം-അധ്യായത്തിന്റെ 29-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, ഞാൻ രക്ഷിക്കപ്പെട്ടത് കൊണ്ട്, ഞാൻ സ്നാനപ്പെട്ടത് കൊണ്ട് എനിക്ക് എന്ത് ലഭിച്ചു? ഗലാത്യർ 3-ാം-അധ്യായം 29-ാം വാക്യത്തിൽ പറയുന്നു, ക്രിസ്തുവിനുള്ളവർ എങ്കിലോ നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയും വാഗ്ദത്തപ്രകാരം അവകാശികളുമാകുന്നു. അപ്പോൾ ഈ അനുഗ്രഹം എന്നിൽ മാത്രം ഒതുങ്ങുന്നതല്ല, അത് തലമുറയിൽ നിന്ന് തലമുറയിലേക്ക് ആ വാഗ്ദത്തങ്ങൾ കയറി വരുന്നതായി കാണുവാനായിട്ട് കഴിയും. ഇത് ഞാനത് വിശ്വസിച്ച് ഞാനത് അനുസരണത്തിനായി ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ അബ്രഹാമിനുള്ള വാഗ്ദത്തം എന്റെ മേലും കടന്നു വരുവാനിടയായി. അവിടെ എഴുതിയിരിക്കുന്നു, അബ്രഹാമിന്റെ സന്തതിയും വാഗ്ദത്തപ്രകാരം അവകാശികളുമാകുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഇന്ന് രാവിലെയും നമ്മുടെ ജീവിത യാത്രയിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ഇടപെടുന്ന ചില പ്രത്യേക സന്ദർഭങ്ങൾ കടന്നു വരും. മുന്നോട്ട് ചുവടുകൾ എടുത്തു വെക്ക. നീ ആ സമയത്ത് എങ്ങനെ വെക്കണമെന്ന്, എപ്പോൾ എവിടോട്ട് പോകണമെന്നൊന്നും അറിയത്തില്ല. പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് ദൈവ ശബ്ദത്തിൽ കൂടി നമ്മോട് ഇടപെടുന്ന ചില സന്ദർഭങ്ങളുണ്ട്. മുന്നോട്ട് ചുവടുകൾ എടുത്തു വെക്കുക. ചുവടുകൾ വെക്കുമ്പോൾ ചിലത് നമ്മൾ വിട്ടുകളയേണ്ടതായിട്ട് വരും, ചിലതൊക്കെ നമ്മൾ തള്ളി മാറ്റേണ്ടതായിട്ട് വരും. ചിലതൊക്കെ നമ്മൾ ഇഴുകിച്ചേർന്ന് വർഷങ്ങളായി ഇഴുകിച്ചേർന്ന അവസ്ഥയിൽ നിന്നായിരിക്കും ദൈവം നമ്മോട് പറയുന്നത് വിട്ട് പുറപ്പെടുക എന്ന് പറയുമ്പോൾ, അത് അനുസരിച്ച് നമ്മൾ മുന്നോട്ട് ചുവടുകൾ എടുത്തു വെക്കുമ്പോൾ അതിൽ കൂടെ കിട്ടുന്ന അനുഗ്രഹങ്ങളും വിടുതലുകളും വളരെ വലുതാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാവിലെ വ്യക്തമായിട്ട് ആലോചന തരികയാണ്. ഓർത്തുകൊള്ളുക. ഇന്ന് രാവിലെ ആ ഉൽപ്പത്തി 19-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരുന്നു. അത് ലോത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ചാപ്റ്ററാണ്. അതിനകത്തേക്ക് വായിക്കുമ്പോൾ ആ ചാപ്റ്റർ മുഴുവനും ഞാൻ ശ്രദ്ധ കൊണ്ടുവരുന്നില്ല, ചില കാര്യങ്ങൾ മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഉൽപ്പത്തി 19-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം തൊട്ട് താഴോട്ട് വായിക്കുമ്പോൾ, സോതോമിനെയും ഗോമോറയെയും ദൈവം നശിപ്പിക്കുവാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൂതന്മാർ അവിടെ ഇറങ്ങി വന്ന് ലോത്തിനോടും സംസാരിക്കുന്ന വാക്കുകളാണ് 12-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്. ആ 12-ാം വാക്യം ഒന്ന് വായിക്കുക. ആ പുരുഷന്മാർ ലോത്തിനോട്, ഇവിടെ നിനക്ക് മറ്റു വല്ലവരുമുണ്ടോ? മരുമക്കളോ പുത്രന്മാരോ പുത്രിമാരോ ഇങ്ങനെ പട്ടണത്തിൽ നിനക്കുള്ളവരെ ഒക്കെയും ഈ സ്ഥലത്ത് നിന്ന് കൊണ്ടുപോയിക്കൊള്ളുക. ദൈവത്തിന്റെ വ്യക്തമായ നിർദ്ദേശങ്ങളായി വർഷങ്ങളായി പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ വേരുറച്ചു നിൽക്കുന്ന ഒരു വൃക്ഷം പോലെ ആ സോതോമിന്റെ അകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ലോത്തിനോടാണ് ഈ ദൈവത്തിന്റെ ആത്മാവ്, അതായത് ദൂതന്മാർ അവനോട് സംസാരിക്കുന്നത്. അതിന്റെ 14-ാം വാക്യം ഒന്ന് വായിക്കുക. ആമേൻ, സ്തോത്രം.
തന്റെ പുത്രിമാരെ വിവാഹം ചെയ്യുവാനുള്ള മരുമക്കളോട് സംസാരിച്ചു. നിങ്ങൾ എഴുന്നേറ്റ് ഈ സ്ഥലം വിട്ട് പുറപ്പെടുവീൻ, യഹോവ ഈ പട്ടണം നശിപ്പിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ അവൻ കളി പറയുന്നുവെന്ന് അവന്റെ മരുമക്കൾക്ക് തോന്നി. ആ ലോത്തിന്റെ 2 പെൺമക്കൾക്കായി വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്ന പുരുഷന്മാരോടും ലോത്ത് ചെന്ന് സംസാരിക്കുകയാണ്. എന്നാൽ അവർക്ക് ഈ വാക്കങ്ങോട്ട് കേട്ടെടുക്കുവാനോ വിശ്വസിക്കുവാനോ കഴിയുന്നില്ല. അത് വെറും കളിവാക്ക് എന്ന് പറഞ്ഞ് തള്ളിക്കളയുകയാണ്. നോക്കുക, വളരെ ക്രിട്ടിക്കലായ ഒരു സമയമാണ്. വളരെ ശക്തമായ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകേണ്ട സമയമാണ് ആ സമയം. വളരെ ശ്രദ്ധിച്ചു നോക്കുക. ഇതുപോലെ തന്നെയാണ് 2 പത്രോസ് 3-ാം അധ്യായം അതിന്റെ 3ഉം 4ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ, 2 പത്രോസ് 3-ന്റെ 3ഉം 4ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ അന്ത്യകാലത്തും ഇതുപോലെ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. കർത്താവായ യേശുക്രിസ്തുവിന്റെ 2ാം വരവിനെ കുറിച്ചുള്ള ആലോചനകളും പ്രസംഗങ്ങളും ജനത്തിന്റെ നടുവിലേക്ക് അയക്കുമ്പോൾ ആ പ്രസംഗത്തെ, ആ ദൈവം പറയുന്നതായ ആലോചനകളെ പലരും കളിയാക്കി, ഇത് കളിവാക്കുന്ന രീതിയിൽ തള്ളിക്കളയുന്ന ഒരു സംഭവം ഈ അന്ത്യകാലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന 2 പത്രോസ് 3-ാം അധ്യായം അതിന്റെ 3ഉം 4ഉം വാക്യങ്ങൾ എടുത്ത് വായിക്കുക. അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷവും സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നത് പോലെ തന്നെ ഇരിക്കുന്നുവെന്ന് പറഞ്ഞ് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ അറിഞ്ഞുകൊള്ളുവീൻ. അന്ത്യകാലത്ത് ഇതുപോലത്തെ പരിഹാസികൾ എഴുന്നേറ്റ് വരും. ഈ തിരുവചനം കേൾക്കുമ്പോൾ അനേകർ കളിവാക്കുകളാണ്, ഇതൊക്കെ വെറുതെയാണ് എന്ന് പറഞ്ഞ് തമാശയോട് ഈ മറ്റമില്ലാത്ത തിരുവചനത്തെ, ദൈവിക ആലോചനയെ, ദൈവത്തിന്റെ ശബ്ദത്തെ തള്ളിക്കളയുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ഇപ്പോൾ താമസിച്ചുകൊണ്ട് നിൽക്കുന്നത്. ആമേൻ. അതുപോലെ തന്നെയാണ് ലോത്തിന്റെ കാലഘട്ടത്തിലും. ആമേൻ. സോദോം ഗോമോറയെ എന്റെ ദൈവം നശിപ്പിക്കുവാൻ പ്ലാൻ ചെയ്തുകൊണ്ട് ആമേൻ ദൂതന്മാരെ അയച്ച് ലോത്തിനോട് സംസാരിക്കുമ്പോൾ, ലോത്ത് ചെന്ന് തന്റെ ആൺ മരുമക്കളോട് സംസാരിക്കുമ്പോൾ അവരും ഇത് കളിവാക്കായിട്ട് തള്ളിക്കളയുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. കാരണം അവരുടെ കണ്ണുകൾ മുഴുവനും ഈ ലോക സ്നേഹത്തിൽ പിടിക്കപ്പെട്ടു. ലോക ഇമ്പത്തിൽ, ജഡസ്നേഹത്തിൽ, ലോക സ്നേഹത്തിൽ അവരുടെ ഹൃദയം മുഴുവനും പിടിക്കപ്പെട്ട് അവർ ഉറച്ചു നിൽക്കുമ്പോൾ അവിടെ നിന്ന് പുറപ്പെട്ട് മുന്നോട്ട് ഓടുക എന്ന് പറയുന്ന നിത്യജീവനെ നോക്കിക്കൊണ്ട്, ജീവൻ വേണമെങ്കിൽ നീ അവിടെ നിന്ന് പുറപ്പെട്ടു മുന്നോട്ട് ഓടുക എന്ന് പറയുന്ന ആ ദൈവ ശബ്ദത്തെ അവർ തള്ളിക്കളയുക മാത്രമല്ല, ഒരു കളിവാക്കുന്ന രീതിയിൽ അതിനെ തള്ളിക്കളയുന്നു. വീണ്ടും ഞാൻ 19-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ വീണ്ടും കൊണ്ടുവരുന്നു. അതിന്റെ 15ഉം 16ഉം 17ഉം വാക്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരുമ്പോൾ, ഹല്ലേലൂയ, അവിടെ എല്ലാം അതിന്റെ 17ാം വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരുന്നു. ജീവരക്ഷയ്ക്കായി ഓടിപ്പോകുക, പുറകോട്ട് നോക്കരുത്, ഈ പ്രദേശത്തെ എങ്ങും നിൽക്കരുത്, നിനക്ക് നാശം ഭവിക്കാതിരിപ്പാൻ പർവ്വതത്തിലേക്ക് ഓടിപ്പോകുക. അവിടെ ദൈവം കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ ഏകദേശം 8 കാര്യങ്ങൾ കർത്താവ് അവരോട് സംസാരിക്കുന്നുണ്ട്. 1, എഴുന്നേൽക്കുക. ഇപ്പോൾ ഉറങ്ങിക്കിടക്കേണ്ട സമയമല്ല, വളരെ വേഗത്തിൽ എടുക്കേണ്ട ചില തീരുമാനങ്ങളാണ്. മയങ്ങി ക്ഷീണിച്ച് അലസനായി നാളെ ആകട്ടെ എന്ന് പറഞ്ഞ് സമയങ്ങളെയും നിന്റെ ജീവിതത്തിൽ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസും, അതായത് നിന്റെ ജീവിതത്തിൽ കിട്ടുന്ന അവസരങ്ങളെയും പാഴാക്കാനായിട്ടുള്ള സമയമല്ല. ഇപ്പോൾ ദൈവം നിങ്ങളോട് സംസാരിക്കുമ്പോൾ പെട്ടെന്ന് അരകെട്ടി എഴുന്നേറ്റ് ചുവടുകൾ വെക്കേണ്ട സമയങ്ങളാണ്. അപ്പോസ്തല പ്രവൃത്തികൾ എല്ലാം അത് വായിക്കുമ്പോൾ അതത് സമയത്ത് ദൂതൻ ഇറങ്ങിയും ദൈവശബ്ദം കേൾപ്പിച്ചും തന്റെ അപ്പോസ്തലന്മാരോട്, തന്റെ ജനത്തോട് സംസാരിച്ചപ്പോൾ ആ വാക്ക് കേട്ട് അവർ ഉടനെ അരകെട്ടി അവർ എഴുന്നേറ്റത് കൊണ്ട് അവരുടെ ജീവിതത്തിൽ വിടുതലുകൾ കടക്കുന്നത് കാണുവാനായിട്ട് കഴിയും. ഇവിടെയും ലോത്തിൻ
ലോത്തിനോട് വ്യക്തമായി ദൈവം പറയുന്നു. 15-ാം വാക്യം വായിക്കുമ്പോൾ, എഴുന്നേൽക്കുക, 2, നിന്റെ ഭാര്യയും പെൺമക്കളെയും കൂട്ടി നീ മുന്നോട്ട് യാത്ര ചെയ്യുക, 3, ജീവരക്ഷയ്ക്കായി ഓടിപ്പോകുക. ഇത് നിന്റെ ജീവനുമായുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. വെറും കാറ്, വീട്, ഭൂമിയിലെ ചില ഭൗതിക നന്മകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമല്ല നിന്നോട് സംസാരിക്കുന്നത്. ജീവരക്ഷയ്ക്കായി നീ ഓടിപ്പോകണം. നിന്നെ നിത്യജീവനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ദൈവം എന്നോട് സംസാരിക്കുന്നത്. നമുക്കതൊന്നും കാര്യമല്ല. അനേകരോട് നിത്യ ജീവനെ കുറിച്ച്, ജീവരക്ഷയെ കുറിച്ച്, മരണാനന്തരം നിനക്കൊരു ജീവിതമുണ്ട്, നിത്യതയുണ്ട്, അതിനെക്കുറിച്ച് പറയുമ്പോൾ ഇന്ന് ആർക്കും അത് കേൾക്കുവാൻ സാധ്യതയില്ല. എല്ലാവർക്കും അന്നുള്ളതായ പ്രശ്നങ്ങളുടെ വിടുതലിന് വേണ്ടി മനുഷ്യർ ഇങ്ങനെ ഓടി 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 നടക്കുന്നു. അത് തരത്തില്ലെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല. ഇന്ന് രാവിലെ നിനക്ക് സൗഖ്യം തരത്തില്ലെന്ന് കർത്താവ് പറഞ്ഞില്ല. പക്ഷെ നിന്റെ ഹൃദയത്തിൽ ഒരു സൗഖ്യത്തിൽ, ഒരു പണത്തിൽ, ഭൂമിയിലെ കുറെ നന്മകളിൽ മാത്രം ശ്രദ്ധ കിടക്കരുത്. അതിനപ്പുറമായി ഒന്നുണ്ട്. ഈ ഭൂമിയിലെ ജീവിതം എന്ന് പറയുന്നത് വെറും 4 വിരൽ നീളമുള്ളതാണ്. ഈ ഭൂമിയിലെ ജീവിതം എന്ന് പറയുന്നത് വളരെ പെട്ടെന്നൊരു ആവി പോലെ, പുല്ലിന്റെ പൂ പോലെ അത് വേഗത്തിൽ ഉണങ്ങി അത് പറന്നു പോകും. എന്നാൽ അതിനുശേഷം യുഗങ്ങളിൽ ഒരു ജീവിതമുണ്ട്. അത് എവിടെയായിരിക്കുമെന്ന് തീരുമാനിക്കേണ്ട തീരുമാനങ്ങൾ നിന്റെ കരത്തിലിരിക്കുന്നു. അതിനെ സംബന്ധിച്ച് ദൈവം നിന്നോട് സംസാരിക്കുകയാണ്. ജീവരക്ഷയ്ക്കായി നീ ഓടിപ്പോകണം. അല്ല, ജീവരക്ഷയ്ക്കായി ഓടിപ്പോകുന്നില്ലെങ്കിൽ ഈ നിൽക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് നീ നശിച്ചു പോകും. കാരണം പുതിയ നിയമസഭയെ ദൈവത്തിന്റെ വചനം പറയുന്നു, ജീവരക്ഷയ്ക്കായി ഓർത്തുകൊള്ളേണ്ട സമയങ്ങൾ ഇതാണ്. കാരണം ഈ ഭൂമി മുഴുവനും തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു. മറന്നുപോകരുത്. എന്നും ഈ ലോകവും അതിന്റെ മോഹവും കണ്ട് നീ ഇതിനകത്ത് തന്നെ കിടന്നു കഴിഞ്ഞാൽ ഈ ഭൂമിയെ മുഴുവനും തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു. ഒരിക്കൽ ഈ ഭൂമിയെ വെള്ളത്താൽ നശിപ്പിച്ചതുപോലെ, സോദോം ഗോമോറിനെ മാത്രം തീ കൊണ്ട് നശിപ്പിച്ചതുപോലെ ഈ ഭൂമി മുഴുവനും തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു. അതുകൊണ്ട് എന്നും ഇതിനകത്ത് നീ പിടിച്ചു കിടന്നാൽ അവസാനം നീയും തീക്കകത്ത് ചെന്ന് വീഴും. മരണാനന്തരം എവിടേക്കാണ് നീ ചെന്ന് വീഴുന്നത്? ഇവിടെ കിടന്നു കഴിഞ്ഞാൽ അതിന് ശാപമാണ്, അതിനകത്ത് പാപമുണ്ട്, അതിനകത്ത് മരണമുണ്ട്. മരണത്തിന് ശേഷം നീ നിത്യ നരകത്തിലേക്ക്, അഗ്നിയിലേക്കാണ് ചെന്ന് വീഴുന്നത്. അതുകൊണ്ട് ഇതാണ് നിന്റെ ജീവിതത്തിലെ സുപ്രഭാത ദിവസം. വേഗത്തിൽ ചില ചുവടുകൾ എടുത്തു വെക്കേണ്ട, വേഗത്തിൽ ചില തീരുമാനങ്ങൾ എടുത്ത് ചുവടുകൾ മുന്നോട്ട് വെക്കേണ്ട സമയം ഇതാണ്. ലോത്തേ, ജീവരക്ഷയ്ക്കായി ഓടിപ്പോയിക. ഞാൻ പറയുന്നത്, പുറകോട്ട് തിരിഞ്ഞു നോക്കരുത്. പുറകോട്ട് നോക്കിയാൽ നിന്നെ വീണ്ടും വശീകരിക്കുന്ന, ആകർഷിക്കുന്ന പഴയതെല്ലാം അവിടെ കിടപ്പുണ്ട്. പഴയതായ നിന്റെ കൂടെ വർഷങ്ങളായി കൂടെ നടന്നതായ നിന്റെ സ്വന്തം ഭവനക്കാർ, നിന്റെ ചാർച്ചക്കാർ നിന്നെ തിരിച്ചു വിളിക്കും. കാരണമുണ്ട്, അവർക്കാർക്കും വെളിപ്പെടാത്ത ഒരു വെളിപ്പാടാണ് എന്റെ പുതിയ നിയമസഭയിലെ വിശ്വാസി നിനക്ക് വെളിപ്പെട്ട് കിട്ടിയത്. അവർ ചിലപ്പോൾ ജ്ഞാനികളായിരിക്കാം, വിവേകികളായിരിക്കാം, പണക്കാരും പണ്ഡിതന്മാരും ആയിരിക്കാം. അവർക്കാർക്കും വെളിപ്പെടാത്ത ചില വെളിപ്പാടുകളാണ് ദൈവ പൈതലേ നിനക്ക് വെളിപ്പെട്ട് കിട്ടിയെങ്കിൽ ആ വെളിപ്പാടിൻ പ്രകാരം ചുവടുകൾ മുന്നോട്ടെടുത്തു വെക്കേണ്ട സമയം ഇതാണ്. എന്നാൽ നീ പുറകോട്ട് നോക്കിയാൽ ആ ജ്ഞാനികൾ, ആ വിവേകികൾ നിന്നെ തിരിച്ചു വിളിച്ചുകൊണ്ടിരിക്കും. ഓ ഹല്ലേലൂയ, നിന്നേക്കാൾ ജ്ഞാനം ഞങ്ങൾക്കുണ്ട്, നിന്നേക്കാൾ വിവേകം ഞങ്ങൾക്കുണ്ട് കുഞ്ഞേ. ഹല്ലേലൂയ, ഞങ്ങൾ പറയുന്ന കേക്ക്, ഇതൊക്കെ വെറുതെയാണ്, ഇതൊക്കെ കളിയാണ്, ഇതൊക്കെ തമാശയാണെന്ന് പറഞ്ഞുകൊണ്ട് ലോക മനുഷ്യർ നിന്നെ വിളിച്ചുകൊണ്ടിരിക്കും. എന്നാൽ കൃപയാ എന്റെ കർത്താവിന് കരുണ തോന്നി, എന്റെ കർത്താവിന് ദയ തോന്നി, കൃപയോട് നിന്നെ വിളിക്കുന്ന വിളി കേട്ട്
നീ ചുവടുകൾ മുന്നോട്ടെടുത്തു വെച്ചാൽ അതിന്റെ അകത്ത് നിത്യജീവൻ കിടപ്പുണ്ട്, അതിനകത്ത് ജീവൻ കിടപ്പുണ്ട്. ഹല്ലേലൂയ. ആ നിത്യജീവന്റെ വിളി കേട്ട് നീ ഇറങ്ങി തിരിച്ചാൽ നിനക്ക് അവിടെ ചെല്ലുവാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് പറയുന്നത്, നീ പുറകോട്ട് തിരിഞ്ഞു നോക്കരുത്. ഹല്ലേലൂയ. പഴയ നിയമത്തിലെ വിശ്വാസ വീരന്മാരെ കുറിച്ച് നോക്കുമ്പോൾ അവർ പുറകോട്ട് നോക്കിയിരുന്നെങ്കിൽ തീർച്ചയായും അവർക്ക് പുറകോട്ട് പോകുവാൻ അനേക കാര്യങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അവർ മുന്നോട്ട് നോക്കി. കട്ടറകളും പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ജീവൻ മരണ പോരാട്ടങ്ങൾ കടന്നു വന്നിട്ടും അവർ ആരും പുറകോട്ട് നോക്കിയില്ല. വിശ്വാസത്താൽ അവർ മുന്നോട്ട് ചുവടുകൾ വെച്ച് അവർ മുന്നോട്ട് നീങ്ങി. കാരണം അവർക്കായി ഹല്ലേലൂയ ഒരു പട്ടണം ഒരുക്കി വെച്ചിരിക്കുന്നു. ദൈവം താൻ അടിസ്ഥാനമിട്ടതും ദൈവം താൻ പണിഞ്ഞതുമായ ഒരു നഗരത്തെ നോക്കിക്കൊണ്ട് അവർ യാത്ര ചെയ്യുകയായിരുന്നു. അതുകൊണ്ട് ഒരു ജീവിതത്തിൽ കട്ടത വന്നില്ലെന്നല്ല, ആ അടി വന്നില്ലെന്നല്ല, രോഗം വന്നില്ലെന്നല്ല. ഈരൊക്കെയും വന്നിട്ടും അവരാരും പുറകോട്ട് നോക്കിയില്ല, അവർ മുന്നോട്ട് തന്നെ നോക്കി. വീണ്ടും ആ ദൂതന്മാർ ലോത്തിനോട് സംസാരിക്കുന്നത്, സമതലങ്ങളിൽ പാർക്കരുത്, ഇവിടെ നീ പാർക്കരുത്, നീ ഇവിടെ നിൽക്കാനുള്ളല്ല, പർവ്വതങ്ങളിലേക്ക് ഓടേണ്ടതാണ്. ഇന്ന് രാവിലെ നിന്റെ ചിന്ത മുഴുവനും ഉന്നതമായ ഉയരങ്ങളിലുള്ളത് അന്വേഷിച്ച് ചിന്തിച്ചു പോകേണ്ട വ്യക്തികളാണ് നീ. ഈ ഭൂമിയിൽ ഇരിക്കാനുള്ളവരല്ല. നിന്റെ പൗരത്വം സ്വർഗത്തിലാണ് കുഞ്ഞേ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അവിടെ പറയുന്നത്, മലകളിലേക്ക് നീ ഓടിപ്പോകുക. ഇന്ന് രാവിലെ ഈ ഭൂമിയിലെ നിക്ഷേപങ്ങളിൽ, ഈ ഭൂമിയിലെ ചിന്തകൾ നിന്റെ ഹൃദയം കൊണ്ട് നിറഞ്ഞിരിക്കരുത്. ഭൂമിയിലെ നിക്ഷേപങ്ങളിൽ നിന്റെ ഹൃദയം കൊണ്ട് നിറഞ്ഞു കിടക്കരുത്. രാവിലെ എഴുന്നേറ്റാൽ അല്ലെ പണം 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 പണത്തിനു വേണ്ടി മാത്രമല്ല നിന്റെ ജീവിതം. അതിലെല്ലാം ഉപരിയായി പർവ്വതങ്ങളുടേതായ ഉന്നതമായ ശ്രേഷ്ഠമേറിയതായ ചില ചിന്തകൾ കൊണ്ട് ഇന്ന് രാവിലെ നിന്റെ ഹൃദയം നിറയട്ടെ. ഇന്ന് രാവിലെ ഞാൻ കർത്താവിൽ ഓർമ്മപ്പെടുത്തുന്നു, ആരെങ്കിലും ക്ഷീണിതരായി രോഗക്കിടക്കയിൽ കിടക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം നിന്റെ ഹൃദയം ആ പ്രത്യാശ കൊണ്ട് നിറയട്ടെ. ഉന്നതമായ ശ്രേഷ്ഠമേറിയ ഉയരങ്ങളിലേതായത് ആ ചിന്തകൾ കൊണ്ട് ഹൃദയം നിറയ്ക്കുമ്പോൾ, ആ ഹോപ്പ് കൊണ്ട് ഹൃദയം നിറയുമ്പോൾ ഇന്ന് പകൽ നിന്റെ ശരീരം വിടുതലേക്ക് നയിക്കപ്പെടും. അല്ലെങ്കിൽ ഹൃദയം ഇന്ന് രാവിലെ ക്ഷീണിച്ച് തളർന്ന് ഹോപ്പ് നഷ്ടമാകുമ്പോൾ നിന്റെ ശരീരം അതുപോലെ രോഗത്താൽ ബന്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കും. ആകയാൽ കിടക്കയിൽ കിടക്കുന്ന സഹോദര, കിടക്കയിൽ കിടക്കുന്ന സഹോദരി, ഇന്ന് രാവിലെ നിന്നെ വിളിച്ചിറക്കിയ വിളിയിലേക്ക്, നിന്റെ ഹൃദയത്തിലിട്ടിരിക്കുന്ന ആ വലിയ പ്രത്യാശയിലേക്ക് നിന്റെ ശ്രദ്ധ ഇന്ന് രാവിലെ കൊണ്ടുവരിക. ഇവിടെ ആമേ ലോത്തിനോട് പറയുന്നു, മലകളിലേക്ക് ഓടിപ്പോകുക, വേഗം പുറപ്പെടണം. ആമേ വേഗം പുറപ്പെട്ട് രക്ഷപ്പെട്ടുകൊള്ളണം. ഇവിടെ ചിന്തിച്ചു നിൽക്കാനുള്ള സമയമില്ല. ആമേ എന്റെ കൂടെ ആരൊക്കെ ഉണ്ട്, ഇനി എന്തായിരിക്കും, ഭാവിയെ കുറിച്ചൊക്കെ ചിന്തിച്ച് വ്യാകുലപ്പെട്ടിരിക്കേണ്ട സമയമല്ല ഇത്. ജീവിത യാത്രയിൽ ഇതുപോലെ ചില തീരുമാനങ്ങൾ എടുക്കേണ്ട സമയങ്ങളുണ്ട്. ഹല്ലേലൂയ. ആ സമയത്ത് തക്കതായ ദൈവ ശബ്ദം കേട്ട് ആലോചന പ്രകാരം ചുവടുകൾ വെക്കാത്തത് കൊണ്ട് ഇന്ന് അനേകർ കട്ടപ്പെട്ട് കിടക്കുന്നുണ്ട്. എന്റെ വഴി യാത്രയിൽ ഹല്ലേലൂയ അനേകർ ഞാൻ കണ്ട് ഇന്ന് രാവിലെ ഭയത്തോടെ ഈ തിരുവചനം നിങ്ങളുടെ മുമ്പിൽ ഞാൻ പ്രസംഗിക്കുകയാണ്. ഹല്ലേലൂയ. പലവിധ രോഗങ്ങൾ, കട്ടറുകൾ, പ്രശ്നങ്ങളുടെ മേൽ പ്രശ്നങ്ങൾ കടന്ന് വിളി കൊള്ളുന്ന പലരെ കണ്ട് ഞാൻ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത്, അല്ല ഇതിനേക്കാൾ ഭേദം പഴയതായിരുന്നു, ഇതിനേക്കാൾ നല്ലത് പണ്ടത്തെ പാരമ്പര്യ ആരാധനയായിരുന്നു, ഇതിനേക്കാൾ നല്ലത് പണ്ടത്തെ നാളുകളായിരുന്നു എന്നവിടെ വായിൽ കൂടെ പറയുമ്പോൾ എനിക്ക് തന്നെ ഭയം തോന്നിയിട്ടുണ്ട്. ഹല്ലേലൂയ. അവരുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ ഇന്ന് ഈ തിരുവചനം കേൾക്കുന്ന ആരെങ്കിലും ഇന്ന് രാവിലെ ആ ചിന്തകളുമായി ഇരിക്കുന്നുണ്ടെങ്കിൽ നീ മരിച്ചവരെ പോലെ ആയിക്കൊണ്ടിരിക്കുന്നു, നീ പിന്മാറ്റത്തിന്റെ ആഴങ്ങളിൽ ആയിരിക്കുന്നുവെന്നുള്ള തെളിവാണ് ഈ വായിൽ കൂടെ വരുന്ന വാക്കുകൾ ഇന്ന് രാവിലെ പ്രസ്താവിച്ചു കൊണ്ടിരിക്കുന്നത്. ദൈവ പൈതലേ, നീ ഇന്ന് രാവിലെ ശ്രദ്ധിച്ചുകൊള്ളുക. ഹല്ലേലൂയ. ചില സമയങ്ങളിൽ നീ എടുത്ത തീരുമാനങ്ങൾ അത് യഥാർത്ഥ സത്യമാണെന്ന് നിനക്ക് വെളിപ്പെട്ട് കിട്ടിയിട്ടാണല്ലോ നീ ഇറങ്ങിത്തിരിച്ചത്. എവിടേക്ക് പോകാനാ നീ ഇറങ്ങിത്തിരിച്ചത്? നിത്യജീവനെ ലാക്കാക്കി അല്ലേ ശാപഗ്രസ്തമായി കിടക്കുന്ന നിന്റെ ജീവിതം, നിന്റെ പാരമ്പര്യത്തിൽ നിന്ന്, പാപത്തിന്റെ ചങ്ങലയിൽ നിന്ന്, പിശാചിന്റെ
പിശാചിന്റെ അടിമനുഖത്തിൽ നിന്ന്, നിത്യ മരണത്തിൽ നിന്ന് കൃപയാൽ എന്റെ കർത്താവ് നിന്നെ വീണ്ടെടുത്ത് ക്രിസ്തുവാകുന്ന പാറമേൽ ഉറപ്പിച്ചിട്ട് പറയുന്നു, മുന്നോട്ട് പോകാ എന്ന് പറഞ്ഞിട്ട് ഇന്ന് രാവിലെ നിന്റെ ഹൃദയം വിട്ട് കളഞ്ഞതിന്റെ അകത്ത് ഇപ്പോൾ കിടക്കുന്നുവെങ്കിൽ പുറമേ നോക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ പെന്തിക്കോസ് ആരാധനയ്ക്കകത്തായിരിക്കാം, സ്തുതികളുടെയും സ്തോത്രങ്ങളുടെയും ആരാധനയ്ക്കകത്തായിരിക്കും നീ നിൽക്കുന്നത്. പുറമേ നോക്കുമ്പോൾ നീ അതിനകത്താ നിൽക്കുന്നത്. ഹല്ലേലൂയ. പക്ഷേ നിന്റെ ഹൃദയമോ വിട്ട് കളഞ്ഞതിന്റെ അകത്ത് ഇന്ന് കിടന്ന് കൊള്ളുകയാണ്. അയ്യോ, അതായിരുന്നു നല്ലത്. വിട്ട് കളഞ്ഞ ആ പാരമ്പര്യത്തിന്റെ അകത്ത് ആ ശാപഗ്രസ്തമായി കിടക്കുന്ന ആ പൗരോത്തി ആരാധനയുടെ ബന്ധനങ്ങളിൽ അവൻ ഇന്നും നിന്റെ ഹൃദയം കിടക്കുന്നുവെങ്കിൽ നീ നിൽക്കുന്ന സ്ഥലത്ത് നിൽക്കുമ്പോൾ ഹല്ലേലൂയ ദൈവവചനം പറയുന്നു, ഓമേ ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുക, അവൾ ഉപ്പുതൂണായി നിൽക്കുന്നത് പോലെ നിന്റെ ജീവിതം ഉപ്പുതൂണായി നിൽക്കും. ഹല്ലേലൂയ. ജീവനുള്ളവനെന്ന് പേരുണ്ട്. അവൻ പേർനാമന് ബന്ധുക്കോസുകാരനായിരിക്കും നിന്റെ പേര്. വായിൽ സ്തോത്രം ഉണ്ടായിരിക്കാം, കയ്യടി ഉണ്ടായിരിക്കാം, ആരാധന ഉണ്ടായിരിക്കാം. എന്നാൽ നിന്റെ ഹൃദയമോ ഇന്ന് രാവിലെ വിട്ട് കളഞ്ഞ ആ ശാപഗ്രസ്തത്തിൽ തന്നെയാണ്. അതാണ് ദൈവത്തിന്റെ വചനം യെശയ്യാവിൽ കൂടെ പറയുന്നത്, നിന്നെ വെട്ടിയെടുത്ത പാറ അവൻ കുടിച്ചെടുത്ത് കനത്തിലേക്ക് തിരിച്ചു നോക്കൂ. അല്ല, നീ എവിടെ നിന്നാ വെട്ടിയെടുത്തത്? ഇന്ന് രാവിലെ നീ ഓർക്കണം, കർത്താവേ, ആ ശാപഗ്രസ്തമായ ആ പാപത്തിന്റെ കുഴഞ്ഞ ചേറ്റിൽ നിന്നും, അതേ നിത്യ മരണത്തിന് വിധി എഴുതപ്പെട്ട പിശാചിന്റെ അടിമ മുഖത്തിൽ നിന്നും എന്നെ അവിടെ നിന്ന് വീണ്ടെടുത്തുവെങ്കിൽ ഞാൻ മുന്നോട്ട് നോക്കുവാനാണ് എന്നെ വിളിച്ചത്. മുന്നോട്ട് നോക്കുന്നത് എവിടെയാണ്? നിത്യജീവനെ നോക്കി യാത്ര ചെയ്യുവാനായിട്ട് എന്നെ വിളിച്ചിറക്കുമ്പോൾ പലതും ഞാൻ വിട്ടു, പലതും ഞാൻ കുടഞ്ഞു കളഞ്ഞു, പലതും ഞാൻ എടുത്ത് ദൂരെ വലിച്ചെറിഞ്ഞു യാത്ര ചെയ്തത്. ഇന്ന് പകൽക്കാലം അതിലേക്ക് നീ തിരിഞ്ഞു നോക്കുകയില്ല എന്നുള്ള തീരുമാനമായി മുന്നോട്ട് പോകേണ്ട വ്യക്തിയെ, നീ ഇന്ന് പകൽക്കാലം ഉപ്പുതൂണായി നിൽക്കുന്നുവെങ്കിൽ യേശു പറഞ്ഞ വാക്ക് ഇന്ന് രാവിലെ ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളി, നീ എന്തുകൊണ്ട് ഉപ്പുതൂണായി നിൽക്കുന്നു? നിന്റെ ജീവിതത്തോട് നന്മ വരുന്നില്ല, ജീവിതത്തോട് വിടുതൽ വരുന്നില്ല. നിൽക്കുന്നത് ഈ ദൈവത്തിന്റെ സഭയ്ക്കകത്ത്, കുടുംബത്തിന്റെ അകത്താണ്. പക്ഷെ നിന്റെ ഹൃദയമോ ഇന്ന് എവിടെ കിടക്കുന്നു? ഹല്ലേലൂയ. ഹൃദയം തിരിച്ചു കൊണ്ടുവരിക. കർത്താവ് പറയുന്നത്, ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവാൻ പറഞ്ഞതെന്ന് ചോദിച്ചാൽ നിന്നെ അങ്ങനെ ഉപ്പുതൂണായി നിൽക്കുവാൻ അല്ല നിന്നെ വിളിച്ചിരിക്കുന്നത്. ഓടുക, മുന്നോട്ട് നോക്കി ഓടുക. ആ ഓട്ടത്തിന്റെ അകത്ത് നിനക്ക് വേണ്ടുന്നതെല്ലാം കർത്താവ് കരുതി വെച്ചിട്ടുണ്ട്. പുറകോട്ട് മാത്രം നോക്കരുത്, മുന്നോട്ട് നോക്കുക. നിന്റെ ഓരോ വർഷത്തിന് ആവശ്യമായിരിക്കുന്ന, ഓരോ ദിവസത്തിന് ആവശ്യമായിരിക്കുന്ന അന്നുള്ള ആഹാരം, നിന്റെ വസ്ത്രം, നിന്റെ തലമുറയ്ക്ക് ആവശ്യമുള്ളത്, നിന്റെ ജീവിതത്തിന് ആവശ്യമുള്ളത് എല്ലാം അവൻ നിങ്ങൾക്കായി കരുതിയിട്ടുണ്ട്. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിന്റെ സകല ചിന്താകുലങ്ങളും അവന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ എന്ന് പറഞ്ഞുവെങ്കിൽ ഇന്ന് രാവിലെ നീ വിശ്വസിക്കുന്നുവോ? അബ്രഹാം വിശ്വസിച്ചിറങ്ങി. ഞാൻ ഇറങ്ങിയാ ഞാൻ എങ്ങനെ ജീവിക്കും? എങ്ങനെ മുന്നോട്ട് പോകും? ഞാൻ എവിടേക്കാ പോകുന്നത്? കർത്താവ് വ്യക്തമായി സ്ഥലവും അവൻ ഒന്ന് കാണിച്ചു കൊടുക്കാതെ അവനെ വിളിക്കുക. എന്നാൽ താൻ അവിടെ ഇറങ്ങി. അവൻ ഇറങ്ങി പുറപ്പെട്ടു. ഏലിയാവിനോട് പറഞ്ഞു, ഏലിയാവ് നീ എഴുന്നേൽക്ക്, കിരീടത്തോട്ടിൽ. ഏലിയാവിനെ സംബന്ധിച്ചുള്ള ഏലിയാവിന് ദൈവം സ്ഥലം കാണിച്ചു കൊടുത്തു. എന്നാൽ സ്ഥലം കാണിച്ചു കൊടുത്താലും വേറൊരു ക്വസ്റ്റ്യൻ മാനുഷികമായി ചോദിക്കാനുണ്ട്. ഞാൻ അവിടെ ചെന്നാൽ എന്തു തിന്നും, എന്ത് കുടിക്കും? എന്നാൽ ദൈവം അവിടെ പറഞ്ഞിട്ടുണ്ട്, നീ പുറപ്പെട, അത്ഭുതം കാണണമോ? ഞാൻ കാക്കയോട് കൽപ്പിച്ചിട്ടുണ്ട്. തോട്ടിലെ വെള്ളം നിനക്ക് അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ നൂറ്റാണ്ട് നിനക്കത് വിശ്വസിക്കാൻ കഴിയുമോ? അങ്ങനെ എങ്കിൽ കുഞ്ഞാടിന്റെ രക്തത്താൽ, യേശുവിന്റെ ചങ്കിലെ രക്തത്താൽ അവൻ വീണ്ടെടുത്ത് വിലയ്ക്ക് വാങ്ങി കർത്താവിന്റെ മകളാക്കി മാറ്റിയ സഹോദരി, സഹോദര, നിനക്കായി അവൻ പറയുന്നു, ഞാൻ നിനക്കായി കരുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. അവൻ നിങ്ങൾക്കായി കരുതി വെച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ നിനക്ക് വിശ്വസിക്കാൻ കഴിയുമോ? വിശ്വസിക്കാൻ കഴിയുന്നെങ്കിൽ ചുവടുകൾ മുന്നോട്ട് വെക്ക്. ഇന്ന് രാവിലെ ലോത്ത് നിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവീ. നീ അങ്ങനെ നിന്നാ നീ ഉപ്പുതൂണായി നിൽക്കും. നിന്റെ കൂടെയുള്ളവരെല്ലാം ഓടി 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 മുന്നോട്ട് ചുവടുകൾ
ചുവടുകൾ വെക്കുമ്പോൾ ഇന്ന് ഇറങ്ങി തിരിച്ചത് വൃഥാമാണ്. നീ ഓമൻ ഉപ്പ് തൂണായി അവിടെ ഇറങ്ങി തിരിച്ച് അന്ന് നിൽക്കുന്നത് പോലെ തന്നെ അന്നും ഇന്നും അവിടെ തന്നെ നിൽക്കുന്നു. ഒന്ന് തിരിഞ്ഞു നോക്ക്. ഇറങ്ങി തിരിച്ചിട്ട് എത്ര വർഷമായി? രക്ഷിക്കപ്പെട്ടിട്ട് സ്നാനപ്പെട്ടിട്ട് എത്ര നാളായി? ഇന്നും ഇറങ്ങി തിരിച്ച് ആ നാളിലെ അതേ ചുവടുകളിൽ തന്നെയല്ലയോ നിൽക്കുന്നത്? ഒരു ചുവട് ആത്മീയമായി ഒരു വർധനവ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ? ഒരു നന്മ നിങ്ങളുടെ ജീവിതത്തിൽ കയറി വന്നിട്ടുണ്ടോ? എന്താ കാര്യം? വാ തുറന്നാൽ നമ്മുടെ ഹൃദയത്തിൽ പറയുന്നത്, ഓ അതായിരുന്നു നല്ലത്, പണ്ടത്തത് ഒന്ന് അഴിച്ചുവിട്ടാൽ വീണ്ടും ഓടും നമ്മൾ പഴയതിലേക്ക്. ഇന്ന് രാത്രി ഇന്ന് പകൽക്കാല യേശു പറയുന്നു, ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവീൻ, മുന്നോട്ട് പോകാൻ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ആഹ്വാനം നൽകുന്നു. രണ്ടാമതൊരു വ്യക്തിയെ കുറിച്ച് ഞാൻ പറയുകയാണ്, റൂത്തിന്റെ പുസ്തകത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ കൊണ്ടുവരുന്നു. റൂത്ത് ആരാണ്? മോവാബിയ സ്ത്രീ. മോവാബിയരെ കുറിച്ച് ആവർത്തന പുസ്തകം 23 അധ്യായം അതിന്റെ 3 വാക്യത്തിൽ പറയുന്നുണ്ട്. ആവർത്തന പുസ്തകം 23:3. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന തിരുവചനമാണ്. വീണ്ടും ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുന്നു. 23:3. ഒരു അമോന്യനോ മോവാബ്യനോ യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. അവരുടെ 10ാം തലമുറ പോലും ഒരു നാളും യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. അതിന്റെ റീസൺ, കാരണം 4 വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. 4 വാക്യം കൊണ്ടൊന്ന് വായിക്കാം. നിങ്ങൾ മിസ്രൈമിൽ നിന്ന് വരുമ്പോൾ അവർ അപ്പവും വെള്ളവും കൊണ്ട് വഴിയിൽ നിങ്ങളെ വന്നെതിരേൽക്കായികൊണ്ടും നിന്നെ ശപിപ്പാൻ അവർ മെസൊപ്പൊത്താമ്യയിലെ അഥോരിൽ നിന്ന് ബെയോരിന്റെ മകനായ ബിലെയാമിനെ നിനക്ക് വിരോധമായി കൂലിക്ക് വിളിച്ചതും കൊണ്ടും തന്നെ. ഈ മോവാബിയർ എന്ന് പറയുന്നത് ആരാണ്? അതിനെക്കുറിച്ച് വായിക്കുമ്പോൾ ഉൽപ്പത്തി 19 അധ്യായം 30 തൊട്ട് 38 വരെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ആരാണ് മോവാബിയർ എന്ന് കാണുവാൻ കഴിയും. ഈ മോവാബിയരെ കുറിച്ച് പ്രവാചക പുസ്തകത്തിലേക്ക് നോക്കിയാൽ, യിരെമ്യാവിന്റെ പുസ്തകം, ഇതിനകത്ത് പ്രവാചകന്മാരെല്ലാം മോവാബിയരെ കുറിച്ച് പ്രവചിച്ചിട്ടുണ്ട്. ശാപഗ്രസ്തരാണെന്ന്, അവരുടേതായ നാശത്തെ കുറിച്ച് പ്രവാചകന്മാർ പ്രവചന പുസ്തകത്തിൽ ആവർത്തിച്ച് പ്രവചിച്ചിട്ടുണ്ട്. അപ്പോൾ ആ മോവാബിയ ആ സമൂഹത്തിൽ കിടന്ന് അതിനകത്ത് ജനിച്ചു വളർന്ന ശപിക്കപ്പെട്ട ഒരു മോവാബിയ സ്ത്രീ ആയിരിക്കുന്ന റൂത്തിന്റെ ജീവിതത്തിലേക്ക് ഇന്ന് രാവിലെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരുന്നു. എനിക്കെല്ലാവർക്കും അറിയാം, ഞാൻ പ്രസംഗിക്കാൻ പോകുമ്പോൾ തന്നെ ഞാൻ പ്രസംഗിക്കാൻ പോകുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് ഉടനെ തന്നെ അറിയാം. ഹല്ലേലൂയ. ഈ റൂത്തിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ സഡനായി വളരെ പെട്ടെന്ന് ചില തീരുമാനങ്ങൾ എടുത്ത് ചുവടുകൾ വെക്കേണ്ട ഒരു സമയം കടന്നു വന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ എല്ലാവരുടെ ജീവിതത്തിൽ കടന്നു വരും. അത് ഞാൻ പ്രസംഗിക്കുന്ന എന്റെ ജീവിതത്തിലും ചില സമയത്ത് വളരെ പെട്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് പോലെ ചുവടുകൾ എടുത്ത് വെക്കുവാൻ ചില സന്ദർഭങ്ങൾ കയറി വരും. അവിടെ ഓഫീസായിരിക്കും, ജോലി സ്ഥലത്തായിരിക്കാം, വീട്ടിനകത്തായിരിക്കാം, ഭാവിയെ കുറിച്ചായിരിക്കാം, എന്തു തന്നെയായാലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്ന നിർദ്ദേശപ്രകാരം ചുവടുകൾ എടുത്ത് പെട്ടെന്ന് ചില തീരുമാനങ്ങൾ എടുത്ത് ആക്ഷനിലേക്ക് ഇറങ്ങേണ്ട ചില സമയങ്ങൾ കടന്നു വരും. ഇവിടെ റൂത്തിന്റെ പുസ്തകത്തിലേക്ക് കടന്നു വന്നാൽ, ഹല്ലേലൂയ, അതിന്റെ 14 വാക്യം വായിക്കുമ്പോൾ അവർ പിന്നെയും പൊട്ടിക്കരഞ്ഞു. രണ്ടുപേരെ, റൂത്ത്, ഓർപ്പ, ആ വാക്ക് ശ്രദ്ധിക്കുക, രണ്ടുപേരും പൊട്ടിക്കരഞ്ഞു. അപ്പൊ നമ്മൾ ഈ കരച്ചിൽ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കും, കർത്താവേ, ഓർപ്പയ്ക്ക് വന്ന മാനസാന്തരം, റൂത്തിന് വന്ന മാനസാന്തരം എത്ര വലുതാണ്, എന്തോ ഒരു കരച്ചില, എന്തോ ഒരു സമർപ്പണമാ. ശ്രദ്ധിച്ചു കേൾക്ക. ഈ കണ്ണുനീരിന്, സമർപ്പണത്തിനെല്ലാം പിന്നിൽ ഒരു പ്രവൃത്തിയുണ്ട്, ഒരു ആക്ഷൻ ഉണ്ട്. കരഞ്ഞു എന്ന് പറഞ്ഞത് മാനസാന്തരമാകത്തില്ല. മാനസാന്തരകത്തിനകത്ത് കണ്ണുനീരുണ്ട്. പക്ഷേ ആ കണ്ണുനീരല്ല യഥാർത്ഥ മാനസാന്തരം. മനസ്സിലാക്കിക്കൊള്ളുക. ഇന്ന് അനേക ലോകപരമായ പാട്ടുകൾ കേട്ട് കരയുന്നവരുണ്ട്, രാഷ്ട്രീയ പ്രസംഗങ്ങൾ കേട്ട് കരയുന്നതുണ്ട്, പല രീതിയിലുള്ള പ്രസംഗങ്ങൾ സാധ്യത വെച്ച് കരയുന്നുണ്ട്. ആ കരച്ചിൽ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് അതങ്ങ് മാനസാന്തരമാണെന്ന്. ഇവിടെ രണ്ടുപേരും പൊട്ടിക്കരഞ്ഞു. എന്നിട്ട് ആ കരച്ചിലിന് ശേഷമുള്ള ചുവടുകൾ, ആക്ഷനുകൾ, പ്രവൃത്തികളാണ് വളരെ ഇമ്പോർട്ടന്റ്. ഓർപ്പ എന്ത് ചെയ്തു?
കരഞ്ഞതിന് ശേഷം അവക്കറിയാം എന്റെ പാരമ്പര്യം എന്താണെന്ന്. മോവാബ്യരാണ് താൻ, ശപിക്കപ്പെട്ടതാണെന്ന് അവക്കറിയാം. അതിനകത്ത് കിടന്നാൽ നിത്യ മരണത്തിൽ ഞാൻ ചെന്ന് എത്തത്രേ ഉള്ളൂ എന്ന് അവക്കറിയാം. ഇതെല്ലാവർക്കറിയാം. ആ മോവാബ്യ ആ പാരമ്പര്യത്തിലേക്ക്, ആ ശപിക്കപ്പെട്ട ശാപത്തിലേക്ക്, അതേ ആ ആരാധനയിലേക്ക്, ആ പാരമ്പര്യത്തിലേക്ക് തന്നെ അറിഞ്ഞിട്ടും അവൾ കരഞ്ഞിട്ട് തിരിച്ചുപോയി. അവിടെ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഒപ്പ അമ്മായിയമ്മയെ ചുംബിച്ച് പിരിഞ്ഞു. അതോടെ ഓർപ്പയെക്കുറിച്ചുള്ള സകലതും പരിശുദ്ധാത്മാവ് ഈ വചനത്തിൽ ഫുൾ സ്റ്റോപ്പ് ഇട്ടു. പിന്നെ അവളെ ഓർത്തിട്ടില്ല, പിന്നെ അവളെ കുറിച്ച് പറഞ്ഞിട്ടുമില്ല. എന്തിനാ അവനെ കുറിച്ച് പറയുന്നത്? എന്നാൽ രൂത്തോ അവള് കരഞ്ഞതാണ്. പക്ഷെ കരഞ്ഞതിന് ശേഷം അവക്കറിയാം ഞാൻ ഇറങ്ങി വന്ന സ്ഥലം എവിടെ നിന്നാണെന്ന്. ശപിക്കപ്പെട്ട, നിത്യ മരണത്തിന് വിധി എഴുതപ്പെട്ട, ഒരു കാലത്തും അവിടെ നിന്ന് പുറത്തു വരുവാൻ എനിക്ക് ചാൻസ് ഇല്ലാതെ കിടക്കുന്ന ഒരു സ്ഥലമാണ് മോവാബ്യ പാരമ്പര്യമെന്ന് അവക്കറിയാം. അവൾ എന്തോ ചെയ്തു? അവൾ ആ ക്രിട്ടിക്കൽ സമയത്ത് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി അവൾ മുന്നോട്ടൊരു ചുവട് വെച്ചു. ആ ചുവടുകൾ 16-ാം വാക്യം തൊട്ട് വായിക്കുമ്പോൾ നിങ്ങൾ കാണുവാനായിട്ട് കഴിയും. നിന്റെ ദൈവമാണ് നവോമി, നിന്റെ ദൈവമാണ് എന്റെ ദൈവം എന്ന് പറഞ്ഞ് അവൾ എടുത്ത തീരുമാനങ്ങളെ കുറിച്ച് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ അതിനകത്തേക്ക് കയറുന്നില്ല. അവൾ ആ എടുത്ത തീരുമാനങ്ങൾ കൊണ്ട് അവൾ എവിടേക്കാണ് പോയത്? വിശ്വാസത്താൽ, ഒന്ന് കണ്ടുകൊണ്ടല്ല. ഉറപ്പ റിയലായി കണ്ണുകൊണ്ട് കണ്ട് അവക്കറിയാം അത് ശാപമാണെന്നും അത് ശപിക്കപ്പെട്ട പാരമ്പര്യമാണെന്നും ഇത് യഥാർത്ഥ ആരാധന ഇതല്ലെന്നും ഈ വിഗ്രാരാധന ഒന്നുമല്ല യഥാർത്ഥ എന്നൊക്കെ അറിഞ്ഞിട്ടും അവൾ കണ്ണുകൊണ്ട് കണ്ട് അവൾ തിരിച്ചു പോയപ്പോൾ റൂത്ത് വിശ്വാസത്താൽ ഒന്നും അവളുടെ മുമ്പിൽ കണ്ടില്ല. പക്ഷേ വിശ്വാസത്താൽ നിന്റെ ദൈവമാണ് എന്റെ ദൈവം. കഴിഞ്ഞ ദിവസങ്ങൾ എന്റെ ജീവിതത്തിൽ ഞാൻ അത് അനുഭവിച്ചു. എനിക്കത് വെളിപ്പെട്ട് കിട്ടി. ഓർപ്പേ റൂത്തും രണ്ടുപേരും ഒരു ഭവനത്തിന്റെ അകത്തു തന്നെയായിരുന്നു. എന്നാൽ റൂത്തിന് കിട്ടിയ വെളിപ്പാട് നവോമി നിന്റെ ദൈവമാണ് എന്റെ ദൈവം എന്ന് പറയത്തക്കവണ്ണം ഒരു റെവലേഷൻ അവർക്ക് കിട്ടി, ഒരു വിശ്വാസം അവർക്ക് കിട്ടി. ആ വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നിന്നെ വിട്ടുപിരിയുവാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുത്. നീ പോകുന്നിടത്ത് ഞാനും പോകും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എന്റെ ജനം, നീ മരിക്കുന്നിടത്തു ഞാനും മരിച്ചെടുക്കപ്പെടും. മരണത്താലല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ യഹോവ അതൊക്കെ വണ്ണം അധികം എന്നോട് ചെയ്യുമാറാകട്ടെ. അവൾ ആഴത്തിലെ തീരുമാനമെടുത്ത് അവൾ ചുവടുകൾ വെച്ചത് കൊണ്ട് അവൾ എവിടേക്കാ പോയതെന്നറിയാമോ? വിശ്വാസത്താൽ അവൾ എടുത്തു വെച്ച ചുവട്. ആമേൻ. മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ യേശു ക്രിസ്തുവിന്റെ വംശാവലി എഴുതി വരുമ്പോൾ ബോവാസ് റൂത്തിൽ ഓബേദിനെ ജനിപ്പിച്ചു, ഓബേദ് ഇശായിയെ ജനിപ്പിച്ചു. അവൾ വിശ്വാസത്താൽ അവൾ എടുത്തു വെച്ച ചുവട് എവിടേക്കാ കയറി ചെന്നത്? യേശു ക്രിസ്തുവിന്റെ വംശാവലിയിൽ. അതിനകത്ത് ഒരിക്കലും ഒരു മോവാബ്യ സ്ത്രീക്ക് കയറി ചെല്ലുവാൻ കഴിയയില്ല. എന്നാൽ വിശ്വാസത്താൽ അവൾ എടുത്തു വെച്ച തീരുമാനം ഒന്ന് കണ്ണുകൊണ്ട് കണ്ടിട്ടല്ല, വിശ്വാസത്താൽ അവൾ എടുത്ത തീരുമാനം അവളിലേക്കും അവളുടെ തലമുറകളിലേക്കും അനുഗ്രഹമായി അത് കൈമാറി. ഇന്ന് രാവിലെ അവളെ കൊണ്ടെത്തിച്ചത് എവിടെ? യേശു ക്രിസ്തുവിന്റെ വംശാവലിക്കകത്തേക്ക്, ആ കുടുംബത്തിനകത്തേക്ക് അവളെ കൊണ്ട് കയറ്റിയെങ്കിൽ ഇന്ന് രാവിലെ ദൈവ പൈതലേ, യേശു ഇന്ന് രാവിലെ നിന്നെ വിളിക്കുമ്പോൾ നിന്റെ വീട്ടിൽ മറ്റുള്ളവരെ ആരെയും വിളിച്ചിട്ടില്ല. നിനക്ക് കിട്ടിയ റെവലേഷൻ, നിനക്ക് കിട്ടിയ വ്യക്തമായ വെളിപ്പാട്, കരുണാസമ്പന്നനായ ദൈവമോ തന്റെ കരുണയോടെ നിന്നെ വിളിക്കുന്ന വിളി കേട്ട് ജീവിതയാത്രയിൽ ചില തീരുമാനങ്ങൾ എടുക്കേണ്ട സമയങ്ങൾ. ആ സമയത്ത് നീ
മടിച്ചും അലസത കാണിച്ചും നിന്നാൽ പിന്നെ ആ തുറന്ന വാതിൽ പിന്നെ ഒരിക്കൽ തുറന്നു കിട്ടത്തില്ല. പലരും ഒരു സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞതാണ്, ഇറങ്ങിത്തിരിക്ക് മുന്നോട്ട് പോ. പക്ഷേ അവൾ പോയില്ല. കുറച്ചും കൂടെ കഴിയട്ടെ, എന്റെ മക്കളും കൂടെ വന്നിട്ട് ഞാൻ പോകാം, അല്ലെങ്കിൽ ഇന്നാളും കൂടെ വന്നിട്ട് പോകാം. പലതും പറഞ്ഞ് നിന്നു. പിന്നീട് ജീവിതത്തിൽ ഒരു വാതിൽ തുറന്നിട്ടില്ല. അന്ന് ഒരു വാതിൽ തുറന്നതായിരുന്നു. ഇറങ്ങി തിരിച്ചിരുന്നുവെങ്കിൽ, വ്യക്തമായ സ്പഷ്ടമായ കാലുകൾ എടുത്തു വെച്ച് ചുവടുകൾ വെച്ചിരുന്നുവെങ്കിൽ തീർച്ചയായും വിളിച്ചിറക്കിയവൻ കൈവിടാതെ എത്തിക്കേണ്ട സ്ഥാനത്ത് കൊണ്ട് എത്തിച്ചേനെ. എന്നാൽ അന്ന് അറച്ചും മറച്ചും മടിച്ചും ഒക്കെ നിന്നതുകൊണ്ട് ഹല്ലേലൂയ അവൾ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന സഹോദരന്മാർ ഇന്ന് എന്റെ ജീവിതത്തിൽ പല ജീവിത യാത്രയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇറങ്ങി തിരിച്ചിട്ടും ലോത്തിന്റെ ഭാര്യയും ലോത്തും ഇറങ്ങി തിരിച്ചവരാണ്. വഴി യാത്രയിൽ വെച്ച് മുന്നോട്ട് യാത്രയിൽ ചുവടുകൾ വെച്ചു, കുറെ വെച്ചിട്ടാണ് അവൾ പുറകോട്ട് നോക്കിയത്. ഇന്ന് രാവിലെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഇറങ്ങി തിരിച്ചു, പല നാളുകൾ ചവിടി മുന്നോട്ട് പോയി. എന്നാൽ ഇടവേളകളിൽ ഇന്ന് രാവിലെ നിന്റെ ഹൃദയം വിട്ട് കളഞ്ഞതിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നുവോ? അതാണ് നല്ലത്, അതായിരുന്നു നല്ലതെന്ന് ഇന്ന് രാവിലെ നിനക്ക് ചിന്ത വന്നിട്ടുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുവീൻ. ലോത്തിന്റെ ഭാര്യയെ നീ ഓർത്തുകൊള്ളണം. അവൾ ഉപ്പു തൂണായതുപോലെ നീ ഉപ്പു തൂണായിക്കൊണ്ടിരിക്കുന്നു. കാരണം നിന്റെ ഹൃദയം. ഇന്ന് പലരും ചോദിച്ചിട്ടുണ്ട്, ഞാൻ ക്വസ്റ്റ്യന് ആൻസർ കൊടുക്കുകയാണ് പാസ്റ്ററേ. ഹല്ലേലൂയ, എന്റെ ഭർത്താവ് വിശ്വാസത്തിൽ വരട്ടെ, എന്റെ ഭർത്താവും കൂടെ ഒന്ന് വരട്ടെ, ഞാൻ നാളെ തന്നെ വേർപെട്ട് ആരാധിക്കാം. ഞാൻ അവരോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, നിന്റെ ഭർത്താവ് നാളെ ഞാനും നിന്റെ കൂടെ വരുന്നു എന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചാൽ നീ ഇറങ്ങി തിരിക്കുമോ? പലരും ഇറങ്ങി തിരിക്കത്തില്ല. ഹല്ലേലൂയ, അവിടെ ഹൃദയം ഇന്നും വിട്ടുകളഞ്ഞ പാരമ്പര്യത്തിൽ മുഴുകി കിടക്കുന്നത് കൊണ്ട് ഭർത്താവ് വന്നാലും ഭാര്യ വന്നാലും അവരിറങ്ങത്തില്ല. അവര് പറയും, അച്ഛായ ഇപ്പൊ പോണ്ട, നമുക്ക് പിന്നെ പോകാം, കെട്ടിച്ചിട്ട് പോകാം. പിന്നീട് ഒരിക്കലും അവർ വിചാരിച്ചാൽ പോലും ആ വാതിൽ പിന്നെ തുറന്നു കിട്ടുകയില്ല. ഒരു സമയത്ത് വാതിൽ തുറന്നു തന്നിട്ട് കർത്താവ് പറയുകയാണ്, ഇറങ്ങിത്തിരിക്ക്, മുന്നോട്ട് പോക എന്ന് പറഞ്ഞപ്പോ നീ അറച്ചും മടിച്ചും അലസത കാണിച്ചും പണ്ടത്തെ കാര്യങ്ങളും നോക്കി നിന്നതുകൊണ്ട് ചുവടുകൾ വെക്കാൻ കഴിയാതെ നിന്നു. പിന്നെ ആ വാതിൽ അടഞ്ഞുപോയി. പിന്നെ ഒരിക്കലും ആ വാതിൽ തുറന്നു കിട്ടിയിട്ടില്ല. ചില സമയത്ത് ആരാധനയ്ക്കുള്ള വാതിൽ ദൈവത്തിന്റെ ആത്മാവ് നിനക്ക് തുറന്നു തരും. നീ അത് ഉപയോഗിക്കാറുണ്ടോ? അല്ല, അനേക കുഞ്ഞുങ്ങൾ എനിക്ക് ആരാധനയ്ക്ക് പോകണം, എനിക്ക് ആരാധിക്കാൻ പോകണം. തീർച്ചയായും പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ രക്ഷയിലേക്ക് സ്ഥാനത്തിലേക്ക് നടത്തിയ പരിശുദ്ധാത്മാവ് തീർച്ചയായും സത്യ ആരാധനയിലേക്ക് നിന്നെ കൊണ്ടുപോകുവാൻ ഇറങ്ങി തിരിച്ച ദൈവം വിശ്വസ്തനാണ്. എന്നാൽ പ്രാർത്ഥനയുടെ മറുപടിയായി ചെറു സമയത്ത് ആരാധനയ്ക്കുള്ള വാതിൽ നിനക്ക് തുറന്നിട്ട് പറയും, ഇറങ്ങിത്തിരിക്ക്, മുന്നോട്ട് പോക. പക്ഷെ ഭയം, ഇറങ്ങിത്തിരിക്കാൻ പേടി. അയ്യോ, അവർ എന്നെ ഇത് കർത്താവാണ് നിന്നോട് സംസാരിച്ചത്, മുന്നോട്ട് പോ. എന്നാൽ പലരും അറച്ച് പേടിച്ച് എന്ന് നിന്നത് മുഖാന്തരം ഹല്ലേലൂയ അവർ ഇന്ന് കെട്ടപ്പെട്ട് കിടക്കുന്നു. ഈ വിളിക്കുന്ന വിളി എവിടേക്കാണെന്നറിയാമോ? നിത്യജീവനിലേക്ക് പോകാനുള്ള വിളിയാ വിളിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, നിത്യജീവനിലേക്കുള്ള വിളിയുടെ വിളിയാണ് ഇന്ന് രാവിലെയും കേട്ടുകൊണ്ടിരിക്കുന്നത്. വേദപുസ്തകത്തിൽ ആവർത്തിച്ച് കർത്താവ് തന്നെ പറയുന്നതായ തിരുവചനം സുവിശേഷങ്ങളിൽ ആവർത്തിച്ചുകൊണ്ട് ഒരു വചനം മാത്രം ഞാൻ വായിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 25-ാം വാക്യത്തിൽ പറയുന്നത്, തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും, ഈ ലോകത്തിൽ തന്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. ഒരിക്കൽ സുവിശേഷങ്ങൾ കണ്ട പത്രോസിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ ഒരു സ്ത്രീയുടെ മുന്നിൽ പത്രോസ് പറഞ്ഞു. പത്രോസിന് മനസ്സിലായി, ഞാൻ യേശുവിന്റെ ശിഷ്യനാണ്, യേശുവിന്റെ കൂടെ നിൽക്കുന്നവനാണെന്ന് ഈ സ്ത്രീയോട് പറഞ്ഞാല് തന്റെ ജീവൻ അപായം വരുമെന്ന് കണ്ടപ്പോൾ ഹല്ലേലൂയ അവൻ യേശുവിനെ തള്ളിപ്പറഞ്ഞു. ഇതുപോലെ നമ്മുടെ ജീവിത പല സമയത്തും യേശുവിന് വേണ്ടി ഇറങ്ങി തിരിച്ചാൽ എനിക്ക് ജീവൻ അപായം വരും, നിന്ന വരും, പരിഹാസം വരും, ചില നന്മകൾ കിട്ടത്തില്ലെന്ന് പറയുമ്പോൾ നമ്മൾ ഉടനെ യേശുവിനെ തള്ളിപ്പറയും. ഇപ്പൊ വേണ്ട, പിന്നെ ഞങ്ങൾ രക്ഷിക്കപ്പെട്ടോളാം, പിന്നെ ഞാൻ സ്ഥാനപ്പെട്ടോളാം, പിന്നെ ഇറങ്ങി തിരിച്ചോളാം, ഇപ്പൊ പറ്റത്തില്ല. അങ്ങനെ യേശുവിനെ തള്ളിപ്പറഞ്ഞു. എന്നാൽ അപ്പോസ്തല പ്രവൃത്തികളിലേക്ക് വായിക്കുമ്പോൾ അവൻ മരണത്തുനിന്ന് ഉയർപ്പിച്ച യേശു ക്രിസ്തുവിൽ വ്യാപരിച്ച
മരിച്ച പുനരുത്ഥാന ശക്തി ഈ പത്രോസിലേക്ക് ഇറങ്ങി വന്നപ്പോൾ പത്രോസിന്റെ ജീവിതം മുഴുവൻ അങ്ങ് മാറി മറിഞ്ഞു. അല്ലെങ്കിൽ പിന്നെ ജീവന് അവൻ പോലും പകച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച പത്രോസിനെ കാണുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. യേശുവിന് വേണ്ടി മരിക്കാൻ പോലും തയ്യാറായ പത്രോസിനെ നമുക്ക് അപ്പോസ്തല പ്രവൃത്തികളിൽ കാണുവാനായിട്ട് കഴിയും. ഇന്ന് രാവിലെ നിന്നിൽ ഈ പുനരുത്ഥാന ശക്തി വ്യാപരിക്കുന്നുണ്ടെങ്കിൽ അത് വെറും അന്യഭാഷ പറഞ്ഞു നിൽക്കാനുള്ള ശക്തി അല്ല കുഞ്ഞെ, അത് മരണത്തിനെ ജയിച്ചു കയറിയ പുനരുത്ഥാന ശക്തിയാണ്. അത് ഭീരുത്വത്തിന്റെ ആത്മാവല്ല, അത് സ്നേഹത്തിന്റെ സുബോധത്തിന്റെ ആത്മാവിനായിരിക്കാൽ അല്ലെ നിന്റെ മരണത്തിന് വരെ നിന്റെ ജീവന് വരെ അപായം വന്നത് പറഞ്ഞ് തിരിഞ്ഞു നോക്കത്തില്ല. അതിലപ്പുറമായി ഒരു നിത്യജീവനായ ഒരു വിളിയാണ് എന്റെ മേൽ കിടക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ ജീവൻ പോലും പകച്ച് മുന്നോട്ട് ചുവടുകൾ വെക്കുന്നവരാണ് പുതിയ നിയമസഭയിലെ അഭിഷേകത്താൽ നിറഞ്ഞ വ്യക്തികൾ. യോഹന്നാൻ 12:25 ഇപ്പോൾ വായിച്ചല്ലോ. യേശു തന്നെ പറഞ്ഞ മത്തായി 10:30, ലൂക്കോസ് 9:24 എല്ലാം വായിക്കുമ്പോൾ ഒരുവൻ എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് ക്രൂശെടുത്ത് നാൾതോറും എന്നെ അനുഗമിക്കുവാൻ പറഞ്ഞുവെങ്കിൽ ഇത് എപ്പോഴാണ് നിന്റെ ജീവിതത്തിൽ നിവൃത്തീകരിക്കപ്പെടുന്നത്? ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി നിന്റെ മേൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നിന്നെ തന്നെ ത്യജിച്ച് നിന്ദകളുടെയും പരിഹാസങ്ങളുടെ നടുവിലും കർത്താവിനെ തള്ളിപ്പറയാതെ കർത്താവിന്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ച് ആ നിത്യജീവനിലേക്ക് നിനക്ക് പ്രവേശിക്കുവാൻ കഴിയും. വിശ്വാസത്തിന്റെ നായകനും പൂർത്തീകരിച്ചതുമായ യേശു ക്രിസ്തുവിലേക്ക് നിന്റെ ശ്രദ്ധ ഇന്ന് രാവിലെ നോക്കിക്കൊണ്ട് ഓടുക, മുന്നോട്ടോടുക. നിന്റെ സകല ഭാരങ്ങളും മുറുകെ പറ്റുന്ന പാപങ്ങളും വിട്ട് വിട്ട് ഓടുക ഓടുക. ഇന്ന് രാവിലെ നീ ഭാരത്താൽ നിറഞ്ഞിരിക്കുന്നുവോ? ഭർത്താവിനെ കുറിച്ച്, ഭാര്യയെ കുറിച്ച്, കുഞ്ഞുങ്ങളെ കുറിച്ച്, പണത്തെ കുറിച്ച് ഭാരം ഭാരം. ഇന്ന് രാവിലെ കുടഞ്ഞു കളക. ഈ ഭാരം നിന്നെ തകർത്തു കളയും കുഞ്ഞെ. ഭാരം വിട്ട് മുറുകെ പറ്റുന്ന പാവങ്ങൾ വിട്ട് ഓടുക, ഓടി തികയ്ക്കുക. നീ ഇറങ്ങി തിരിച്ചത് നിത്യജീവനെ നോക്കിക്കൊണ്ടാണ്. അനേക കണ്ണുകൾ മറിഞ്ഞു കിടക്കുമ്പോൾ നിനക്ക് കിട്ടിയ വലിയ വെളിപ്പാടനുസരിച്ച് ചുവടുകൾ വെച്ച് ഇന്ന് പകൽ ജീവിതത്തിൽ ചില തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് സ്റ്റെപ്പുകൾ വെക്കുവാൻ വ്യക്തമായി ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടാൽ അത് നാളെയല്ല, ഇപ്പോൾ, ഇന്ന്, ഇപ്പോൾ തന്നെ അതിന്റെ ചുവടുകൾ വെച്ച് മുന്നോട്ട് നീങ്ങുവാൻ ദൈവത്തിന്റെ ആത്മാവിന് രാവിലെ നിന്നോട് ഇടപെടുകയാണ്. കാണുന്നത് ദൈവശബ്ദമാണ്. നിന്റെ ജീവന്റെ മേൽ അധികാരമുള്ളവൻ, നിന്റെ ശ്വാസത്തിന്റെ മേൽ അധികാരമുള്ളവനാണ് നിന്നോട് ഇടപെടുന്നത്. മുന്നോട്ട് പോകുക, മുന്നോട്ട് പോകുക. ഇന്ന് അവിടെ കിടന്നാൽ അവിടെ സോദോമിനെയും ഗോമോറയും നശിപ്പിക്കുവാൻ പോകുന്നു. നോഹയുടെ കാലഘട്ടത്ത് ഈ ഭൂമിയെ വെള്ളത്താൽ നശിപ്പിച്ചതുപോലെ ഈ ഭൂമിയെയും അല്ല പുതിയ വിശ്വാസിയെ തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു. ഈ ഭൂമിയിൽ നിന്റെ ശ്രദ്ധ വെച്ച നിന്റെ ഹൃദയം ഈ ഭൂമിയിൽ തന്നെ കടിച്ചു തൂങ്ങി പാരമ്പര്യത്തിൽ നീ കിടന്നാൽ നീ വിചാരിക്കുന്ന ഈ ലോകവും ലോകത്തിന്റെ മോഹവും ഒഴിഞ്ഞു പോകും. അത് തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു. പിന്നെ മരണമാണ്. മരണത്തിന് ശേഷം നീ എവിടേക്കാണ് പോകുന്നത്? നിത്യ മരണത്തിലേക്ക്. അവിടുന്ന് രക്ഷയാണ്. ആ ശബ്ദത്തിൽ കൂടെ നിന്നെ കേൾപ്പിക്കുന്ന രക്ഷ വേണമോ? ഓട്, മുന്നോട്ട് പോക. കർത്താവിന്റെ വാക്ക് കേട്ട് നീ അനുസരിച്ച് മുന്നോട്ട് പോയാൽ നിത്യ ജീവനിലേക്ക് നിന്നെ കയറുവാൻ കഴിയും. ആകയാൽ ഇന്ന് രാവിലെ കർത്താവ് നിന്നെ ഓർമ്മപ്പെടുത്തുന്നു, ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവീൻ. ഇന്ന് രാവിലെ നീ ഭാരത്താൽ പിടിക്കപ്പെട്ട് കിടക്കുന്നുവോ? രോഗത്താൽ നീ പിടിക്കപ്പെട്ട് കിടക്കുന്നുവോ? ഇന്ന് രാവിലെ നിന്റെ ഹൃദയം നിത്യജീവനെ കുറിച്ചുള്ള പ്രത്യാശ കൊണ്ട് ഹൃദയം നിറയട്ടെ, നിറയട്ടെ. നിറഞ്ഞു കഴിയുമ്പോ നിന്റെ ഹൃദയം ഇന്ന് രാവിലെ ഈ തിരുവചനത്തിനാൽ തുടിച്ച് ഹൃദയം ഹോപ്പ് കൊണ്ട് പ്രത്യാശ കൊണ്ട് നിറയുമ്പോൾ അകത്തുനിന്ന് പുറത്തേക്കൊഴുകുന്ന സ്തോത്രങ്ങളും സ്തുതികളും അന്യഭാഷകളുടെ ശക്തിയാൽ നിന്റെ ശരീരത്തെ ബന്ധിക്കുന്ന ബന്ധനങ്ങൾ ഇപ്പോൾ തന്നെ അഴിഞ്ഞു മാറും. അകത്തുനിന്ന് പുറത്തേക്ക്
ഒരുവൻ നിരാശയുടെയും ദുഃഖത്തിന്റെയും പിന്മാറ്റത്തിന്റെ ശബ്ദങ്ങളാണെങ്കിൽ നിന്നെ ഒന്നും കൂടെ ബന്ധിക്കും. എന്നാൽ അകത്തടങ്ങൾ പ്രത്യാശ കൊണ്ട് നിറഞ്ഞ് ഉന്നതമായ ശ്രേഷ്ഠമേറിയ കാഴ്ചപ്പാടോടുകൂടെ അകത്തുനിന്ന് സ്തോത്രവും സ്തുതികളും പുറത്തേക്ക് ഉയരട്ടെ, അന്യഭാഷ പുറത്തേക്ക് ഒഴുകട്ടെ. നിന്റെ ശരീരത്തെ ഞരമ്പുകളെ അസ്ഥികളെ കെട്ടിവെച്ചിരിക്കുന്ന കെട്ടുകൾ രോഗവേദനകൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ തന്നെ കേട്ടഴിഞ്ഞു മാറുന്നത് നിന്റെ ശരീരത്തിന് ഒരുവൻ അനുഭവിക്കുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. ഇന്ന് രാവിലെ പ്രത്യാശ കൊണ്ട് നിറഞ്ഞിരിക്കുന്നുവോ അതോ നിരാശ കൊണ്ട് മൂടിയിരിക്കുന്നുവോ, ഭാരം കൊണ്ട് മൂടിയിരിക്കുവോ? എഴുന്നേൽക്ക്, എഴുന്നേൽക്ക്. ഇന്ന് രാവിലെ ഈ വചനം കേട്ട് കിടക്കുന്ന സഹോദര സഹോദരി, ഏതെങ്കിലും ദൈവദാസന്മാർ ഇന്ന് കിടക്കൽ ക്ഷീണിതരായി കിടക്കണമെങ്കിൽ ഇന്ന് പൽക്കാലം ആ ക്ഷീണാവസ്ഥകളെ മാറ്റുന്ന പുനരുത്ഥാന ശക്തി നിന്റെ മേൽ വ്യാപരിക്കുകയാണ്. എന്റെ കൃപ നിനക്ക് മതി. ബലഹീനതയിൽ തികഞ്ഞു വരുന്ന പുനരുത്ഥാന ശക്തി ഇപ്പോൾ നിന്റെ മേൽ വ്യാപരിക്കുകയാണ്. ഉച്ച മുതൽ ഉള്ള കാല് വരെ ഇന്ന് രാവിലെ എന്റെ ശക്തിയാ ഈ പൽക്കാലം നീ തട്ടക്കൂട്ടം എഴുന്നേൽക്ക്. ഇന്ന് ഹൃദയം പ്രത്യാശ കൊണ്ട് നിറയട്ടെ. യേശുവിന്റെ നാമത്തിൽ ക്ഷീണാവസ്ഥകൾ മാറിപ്പോകട്ടെ കർത്താവേ. ഇന്ന് പൽക്കാലം എന്റെ കർത്താവിന്റെ ശക്തിയേറിയ കരം ജനത്തുമേൽ ഇപ്പോൾ തന്നെ സ്പർശിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ സ്വർഗ്ഗപിതാവേ, ഈ വചനം കേട്ട ജനത്തെല്ലാം നിന്റെ കരുത്തിലേക്ക് ഏൽപ്പിക്കുന്നു. ആഴത്തിലെ ചില തീരുമാനങ്ങളോടെ ചുവടുകൾ വെക്കുവാൻ ഇടയാക്കണം. അലസതയോടെ മടിയോടെ ഇന്നും ആരെങ്കിലും ഇരിക്കുന്നെങ്കിൽ ജീവരക്ഷയ്ക്കായി ഓടുവാൻ ചുവടുകൾ വെക്കുവാൻ ഇന്ന് രാവിലെ അവരുടെ ഹൃദയത്തെ നിർദ്ദേശങ്ങൾ കൊടുത്താട്ട് ശക്തീകരിച്ചാട്ട് കർത്താവേ. എല്ലാത്തിനായി നന്ദി കർത്താവേ, നന്ദി. വൻകാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. അത്ഭുതങ്ങൾക്കായി ഞങ്ങൾ കാത്തിരിക്കുന്നു. നീ ചെയ്തുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ.